എക്കോ ദിൻജിത്തും ബാഹുലും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വളരെ മനോഹരമായ ഒരു ചിത്രം. മസ്റ്റ് വാച്ച് സിനിമകളിൽ ഒന്നെന്ന് വേണേൽ പറയാം. അതിഗംഭീര തിയേറ്ററിൽ തന്നെ കാണണം. പ്രൊജക്ഷനും സൗണ്ടും ഗംഭീരമായ തിയേറ്ററിൽ തന്നെ കാണണം. കാര്യം വെച്ചാൽ അതിൻ്റെ പ്രധാന കഥാപാത്രം ചെയ്തിട്ടുള്ളത് ഒരു മലേഷ്യൻ ബ്രീഡ് പട്ടിയാണ്. അവരുടെ കൊര കേട്ട് തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ വേറൊരു ലെവലിലോട്ട് പോകും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇസ് അമേസിങ്, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതിനകത്തുള്ള സെൻട്രൽ ക്യാരക്ടർ ചെയ്ത സന്ദീപ് അതിമനോഹരമായൊരു വേഷമാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ അശോകൻ, വിനീത് അവർ വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട്. കുര്യച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരു ഹിന്ദി നടൻ, അതേപോലെ തന്നെ മലേഷ്യയിൽ നിന്ന് വന്ന ലേഡി, അവരും ഒരു നോർത്ത് ഈസ്റ്റ് ലേഡിയാണ്. അവർക്ക് ഡബ് ചെയ്തിട്ടുള്ളത് KPS ലീലയാണ്. അതുകൊണ്ട് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്, വളരെ ഇഷ്ടപ്പെട്ടു. അതേപോലെ ആ ടോപ്പോഗ്രാഫിയിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആ സ്ഥലം എത്ര മനോഹരമാണെന്ന്. ആ സ്ഥലത്ത് എനിക്കത് പോകണം തന്നെ ആഗ്രഹം ഉണ്ടായി. ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ഹോം സ്റ്റേ എന്തെങ്കിലും ആയിട്ടുള്ള രീതിയിലുണ്ടെങ്കിൽ എനിക്ക് താമസിച്ചാൽ പോലും കൊള്ളാമെന്നുണ്ട്. അതൊരു ആർട്ട് വർക്കിൽ ചെയ്തൊരു വീടാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അല്ലാത്ത വശം എക്കോ എന്ന പേരിൽ ഒരു ഹോം സ്റ്റേ കൊടുക്കുകയാണെങ്കിൽ അത് 365 ഡേയ്സും തകർത്ത് പോകും. അപ്പോട്ടെ, അത് മനോഹരമായി ചെയ്തിട്ടുണ്ട്. കുരിയച്ചനെ അന്വേഷിച്ച് ഇറങ്ങുന്നതാണ് ഇതിൻ്റെ ഒരു കഥ. ഐ നോ യു ദേർ യു ബാസ്റ്റർഡ് എന്ന് പറയുന്ന നരൻ, ആ ഒരൊറ്റ ഡയലോഗ് നമുക്ക് മനസ്സിലാക്കും നമുക്ക് നരന് എത്രത്തോളം കുരിയച്ചനുള്ള ഗ്രഡ്ജ് ഉണ്ട് എന്താണെന്നുള്ള കാര്യങ്ങൾ. ബാക്കിയുള്ളതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഓഡിയൻസിനും കൂടി മനസ്സിലാവേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ, കുറച്ച് ശ്രദ്ധയോടുകൂടി ഈ സിനിമ കാണുക. മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഈ സിനിമ കാണുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സീനോ ഡയലോഗോ നമ്മൾ മിസ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സിനിമ കൃത്യമായിട്ട് പിടികിട്ടില്ല. എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് മോശം പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ല. പക്ഷേ ഇതിലേക്ക് ഒത്തിരി ശ്രദ്ധ കൊടുത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ആണ്. നിങ്ങൾക്ക് പറയാം, മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന പുറത്തുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം, ദിസ് ഈസ് അവർ മൂവി ആൻഡ് ദിസ് ഈസ് ഫ്രം അവർ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാവുന്ന സിനിമയാണ്. അത്രയ്ക്ക് മനോഹരമാണ് എക്കോ. ഇത് കണ്ടേ പറ്റൂ, കണ്ടേ തീരും. OTTക്കായിട്ട് വെയിറ്റ് ചെയ്യേണ്ട, തിയേറ്ററിൽ തന്നെ കാണാം. സീ യു വിത്ത് അനദർ മൂവി, അനദർ ഷോ.